മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർ കമ്പനി മൗനം അവസാനിപ്പിക്കണമെന്ന് പി.കെ. ഫിറോസ് എം.എൽ.എ. പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരണം. പണം നൽകിയിട്ടില്ലെങ്കിൽ കമ്പനി ഇക്കാര്യം വ്യക്തമാക്കണം. മുൻ കായിക മന്ത്രി വി. അബ്ദുറഹ്മാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവും കേന്ദ്ര അന്വേഷണവും വേണമെന്നും പി.കെ. ഫിറോസ് ആവശ്യപ്പെട്ടു. സ്പെയിനിൽ പോയത് സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, നികുതി പണം ഉപയോഗിച്ച് സ്പെയിനിൽ പോയത് അന്നത്തെ കായിക മന്ത്രിയും സംഘവും. തിരിച്ചു വന്ന് മെസ്സി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് കായിക മന്ത്രി. പിന്നീട് പലതവണ അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും വരവ് ഉറപ്പിച്ചത് കായിക മന്ത്രി. ഈ പറയുന്ന സ്വകാര്യ ടെലിവിഷൻ കമ്പനിക്ക് കൊച്ചി സ്റ്റേഡിയം കൈമാറിയത് കായിക വകുപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോൺസർ ഈ കമ്പനിയാണ് എന്ന് പറഞ്ഞത് കായിക മന്ത്രി. അപ്പോൾ ഇതെല്ലാം കായിക മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൻ്റെ തെളിവുകളല്ലേ? കേരളത്തിലെ ഒരു മന്ത്രി, അതുപോലെ തന്നെ കായിക വകുപ്പ്, അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി, അന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലകൾ ഉൾപ്പെടെ പങ്കെടുത്ത വിവിധ യോഗങ്ങൾ, അവർക്കൊക്കെയുള്ള ബന്ധപ്പെടലുകൾ, അവർ നടത്തിയ കത്തിടപാടുകൾ, ഇതെല്ലാം പരിശോധിക്കാൻ വിജിലൻസ് മതിയാകും. അതുകൊണ്ട് വിജിലൻസ് ഒരു ഇന്റേണൽ എൻക്വയറി എന്ന നിലക്ക്, സംസ്ഥാനത്തിനകത്ത് ഒരു എൻക്വയറി എന്ന നിലക്ക് വിജിലൻസിന് അന്വേഷണം അനിവാര്യമാണ്. അതോടൊപ്പം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും വേണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്.